പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം ഈ മാസം 31-ന് ആരംഭിക്കും. ഏപ്രിൽ 4 വരെയാണ് ബജറ്റ് സമ്മേളനം. ഫെബ്രുവരി 1-ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിക്കും എന്നാണ് സൂചന. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബൽറാം, എന്താണ് ലഭ്യമാകുന്ന സൂചനകൾ, കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ? ഒപ്പം തന്നെ വലിയൊരു തെരഞ്ഞെടുപ്പിന്റെ, രാജ്യം ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിന്റെ, ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കാലം കൂടിയാണ്. വിവരങ്ങൾ എന്താണ് ബൽറാം? റിജിത്ത്, രാജ്യം ഉറ്റുനോക്കുന്ന ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ തന്നെയാണ് ഈ പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനവും ആരംഭിക്കുന്നത്. ജനുവരി 31-ന് പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം ആരംഭിക്കും എന്നാണ് ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത്. ഏപ്രിൽ 4 വരെയായിരിക്കും ഈ ബജറ്റ് സമ്മേളനം. ഈ ജനുവരി 31-ന് രാവിലെ 11 മണിക്ക് രാഷ്ട്രപതി ദ്രൗപദി മുർമു സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും എന്നും ഔദ്യോഗികമായ വാർത്താക്കുറിപ്പിൽ പാർലമെന്റ് സെക്രട്ടേറിയറ്റ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ബജറ്റ് അവതരണത്തിന്റെ തീയതി സംബന്ധിച്ച് ഈ വാർത്താക്കുറിപ്പിൽ വ്യക്തത വരുത്തിയിട്ടില്ല എങ്കിൽ പോലും കേന്ദ്ര സർക്കാർ വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചനയനുസരിച്ച് ഫെബ്രുവരി 1-നായിരിക്കും ബജറ്റ് അവതരിപ്പിക്കുക എന്നുള്ളതാണ്. ധനമന്ത്രി നിർമ്മല സീതാരാമൻ തന്നെയായിരിക്കും ബജറ്റ് അവതരിപ്പിക്കുക. ഈ ബജറ്റ് അവതരണത്തോടുകൂടി ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി എന്ന പേര് നിർമ്മല സീതാരാമന് ലഭിക്കും. ഒപ്പം തന്നെ ഈ ബജറ്റുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. നേരത്തെ തന്നെ ഇക്കാര്യത്തിനുള്ള മുന്നൊരുക്കങ്ങൾ, കൂടിയാലോചനകളെല്ലാം തന്നെ ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ട്. 2 സെഷനുകളായിട്ടായിരിക്കും ബജറ്റ് സമ്മേളനം ഉണ്ടാകുക. ജനുവരി 31-ന് ആരംഭിക്കുന്ന ആദ്യ സമ്മേളനം ബജറ്റ് അവതരണവും മറ്റ് ചർച്ചകൾ ഉൾപ്പെടെ ഫെബ്രുവരി 13 വരെയായിരിക്കും ആദ്യ സെഷൻ ഉണ്ടാകുക. രണ്ടാമത്തെ സെഷൻ മാർച്ച് 10 മുതൽ ആരംഭിച്ച് ഏപ്രിൽ 4 വരെയായിരിക്കും ഉണ്ടാകുക. 27 സിറ്റിംഗ് പ്രവൃത്തി ദിവസങ്ങളായിരിക്കും ഈ ബജറ്റ് സമ്മേളനത്തിൽ ഉണ്ടാകുക എന്നുമാണ് ലഭ്യമാകുന്ന വിവരം. ഒപ്പം തന്നെ ഒട്ടനവധി മറ്റ് വിഷയങ്ങളും ഈ ബജറ്റ് സമ്മേളനത്തിനിടെ ഉയർന്നു വരും എന്നാണ് വ്യക്തമാകുന്നത്. ശരി, ഫെബ്രുവരി 1-നായിരിക്കും ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിക്കുക എന്ന തരത്തിലുള്ള സൂചനകളാണ് ഈ ഘട്ടത്തിൽ പുറത്തുവരുന്ന. ബൽറാം നെടുങ്ങാടി അതിന്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.